അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഗിറ്റിൻ്റെ ബേസിക്സ് കാര്യങ്ങളൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാഞ്ചിങ് കൺസെപ്റ്റുകളെ പറ്റിയിട്ടും നമ്മൾ ഒരു ക്ലിയർ ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസുകളിലും കാര്യങ്ങളിലും ഇപ്പോൾ പറയാൻ പോകുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലോ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിലോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൽ ആക്സസ് കോഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്, പുൾ റിക്വസ്റ്റ് ഇട്ട് മെർജ് ചെയ്യുന്നൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോക്കലി, അതായത് ലോക്കലി തന്നെ എങ്ങനെ രണ്ട് ബ്രാഞ്ചുകൾ നമ്മൾ മെർജ് ചെയ്യുക എന്നുള്ളൊരു സംഭവം കൂടെ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫയൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റസ് എന്നാണ് പറയുക. മീൻസ് അതെല്ലാം നമുക്ക് ചേഞ്ചസ് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ഈ ഒരു ഗിറ്റിൻ്റെ ഈ ഒരു ഇതെടുത്ത് ജിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ടെർമിനലിൽ കാണാൻ പറ്റുന്ന സംഭവമാണ് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസർ 2 ഇപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലോഗ്. അതായത് ഗിറ്റ് ലോഗ് അടിച്ചാൽ നമുക്ക് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കിട്ടും. അതിനകത്ത് ഈ ഹെഡ് എന്ന് പറയുന്നത് ചേഞ്ചസ് മീൻസ് നമ്മൾ ഇതുവരെ ചെയ്യുന്നുള്ള കമ്മിറ്റ്സ്. ഹെഡ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കമ്മിറ്റ്, ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റ് എന്താണ്. ഈ കമ്മിറ്റ് മെസ്സേജ് കൊടുത്ത് കമ്മിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് എന്ന് പറയുന്ന ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്ത കമ്മിറ്റിനെയാണ് ഹെഡ് എന്ന് മെയിൻ ചെയ്യുക. ഒറിജിൻ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിറ്റബിലുള്ള ഒറിജിൻ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ചും, ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞാൽ ഗിറ്റബിലുള്ള ഒറിജിൻ 2 മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചും, യൂസർ 2 എന്ന് പറഞ്ഞാൽ ലോക്കലി ഉള്ള യൂസർ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ചും, യൂസർ 1 ലോക്കലി ഉള്ളതും, മെയിൻ എന്ന് പറഞ്ഞാൽ ലോക്കലി ഉള്ള ബ്രാഞ്ചസ്. ഇങ്ങനെയാണ് നമ്മുടെ ഐഡൻറ്റിഫൈ ഏത് ബ്രാഞ്ചാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ യൂസർ 1 ഒറിജിൻ എന്ന് പറയുന്നൊരു സംഭവം, അതായത് ഒറിജിനുള്ള യൂസർ 1 പുഷ് ചെയ്തിട്ടില്ല എന്നാണ് ഇതിനെ മെയിൻ ചെയ്യുക. അതായത് ഈ ബ്രാഞ്ചുകളെല്ലാം പ്രോപ്പർലി ഒറ്റ ലൈനിൽ തന്നെയാണ്. പക്ഷേ യൂസർ 1 ഒറിജിനിലുള്ള യൂസർ 1 എന്ന ബ്രാഞ്ച് ഒന്ന് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സിങ്ക് ചെയ്തിട്ട് പുഷ് ചെയ്യാൻ പറ്റും? അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ലോക്കലി ഒന്ന് മെർജ് ചെയ്തിടണം. അതായത് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 1 പോവുക. അപ്പോൾ നോക്കുമ്പോൾ ഗിറ്റ് പുഷ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഗിറ്റ് പുഷ് കൊടുക്കുക. ഗിറ്റ് പുഷ് കൊടുത്തിട്ട് നമുക്ക് ഗിറ്റ് ലോഗ് നമുക്ക് ഗിറ്റ് ലോഗ് അടിച്ച് നോക്കാം. പക്ഷേ അത് പ്രോപ്പർലി ഗ്രാഫായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് --- ഗ്രാഫ് എന്നാണ് കൊടുത്താൽ പ്രോപ്പർലി ഒരു ഗ്രാഫ് പോലെ തന്നെ ഇവിടെ കാണും. ഇവിടെ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ യൂസർ 1 യൂസർ 2 മെയിനും ഒറിജിൻ യൂസർ 1 ഒറിജിൻ യൂസർ 2 എല്ലാം ഒറ്റ ലൈനിലാണ് കാണിക്കുന്നത്. ഹെഡ് ഒറ്റ ലൈനിലാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റബിലുള്ള ഈ വക എല്ലാ ബ്രാഞ്ചസും സെയിം കോഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഞാൻ ഗിറ്റ് ചെക്കൗട്ട് യൂസർ 2ലേക്ക് പോവുകയാണ്. യൂസർ 2ൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ തേർഡ് ഫയൽ പോലെ തന്നെ ഒരു ഫോർത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫോർത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ക്രിയേറ്റഡ് ഫോർത്ത് എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ ഫോർത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ഗിറ്റിലേക്ക് പുഷ് ചെയ്യാം? ഗിറ്റ് ആഡ് ഡോട്ട് ഗിറ്റ് കമ്മിറ്റ് -_ ഫോർത്ത് ഫയൽ ക്രിയേറ്റഡ് ഗിറ്റ് പുഷ് കൊടുത്താൽ എന്ത് പറ്റും? ഗിറ്റിലേക്ക് പുഷാവും. ഇനി നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഗിറ്റ് ലോഗ് നോക്കി നോക്കാം. --- ഗ്രാഫ്. ഇവിടെ നോക്കിയാൽ ഏറ്റവും ലാസ്റ്റ് സൈഡിലുള്ള ഹെഡ് എന്ന് പറയുന്നത് യൂസർ 2 ഒറിജിൻ 2 ആണ്. അതായത് ഞാൻ യൂസർ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ഒരു ഫയൽ ചേഞ്ച് ചെയ്തു. ആ ഫയൽ ചേഞ്ച് ചെയ്തത് ഫോർത്ത് ഫയൽ ഫോർത്ത് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒറിജിൻ 2 ഈ സെയിം ലൈനിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ അത് ഗിറ്റിലേക്ക് പുഷും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗിറ്റബ് എടുക്കുന്നു. ഗിറ്റബ് എടുത്തിട്ട് ഞാൻ യൂസർ 2 എടുത്താൽ യൂസർ 2ൽ ഫോർത്ത് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ യൂസർ 1ലും യൂസർ 2ലും ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെ ബാക്കിയുള്ള ബ്രാഞ്ചസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാം? എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാം? ഞാൻ ഗിറ്റബ് UI എല്ലാം ടെർമിനൽ വഴി എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മെയിനിലേക്ക് ഈ ഒരു യൂസർ 2ലുള്ള കോഡ് കൊണ്ടുപോകണം അല്ലേ? അതായത് മെയിനും യൂസർ 2 ആയിട്ട് സിങ്ക് ചെയ്യണം. യൂസർ 2ലുള്ള ഫയലാണ് മെയിനിലേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗിറ്റ് ചെക്കൗട്ട് മെയിനിൽ പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഫോർത്ത് ഫയൽ എന്നുള്ള ഫയലില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഗിറ്റ് മെർജ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ മെർജ് ചെയ്യുന്നു. എന്തുമായിട്ട്? യൂസർ 2ലുള്ള ബ്രാഞ്ചിലുള്ള ഫയൽ മെയിനിലേക്ക് കൊണ്ടുവരുന്നു. അത് മെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ പോയിട്ട് യൂസർ 2 ആയിട്ട് മെർജ് ചെയ്യുന്നത്. എൻ്റർ കൊടുത്താൽ നമുക്ക് എന്ത് പറ്റി? ഫോർത്ത് ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റഡ് ഫോർത്ത് ഫയൽ കണ്ടോ? എന്നിട്ട് നമ്മളിവിടെ ഗിറ്റ് ലോഗ് നോക്കിയാൽ --- ഗ്രാഫ് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? മെയിനും ഒറിജിൻ യൂസർ 2ഉം ഒരേ ലൈനിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ബ്രാഞ്ചിലുള്ള യൂസർ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ചും ഒറിജിൻ യൂസർ 2ഉം മെയിനും ഒരേ ലൈനിലാണ്. മീൻസ്
എന്ന് വെച്ചാൽ മെയിനിലും കൂടെ നമ്മളത് അപ്ഡേറ്റ് ആക്കി. പക്ഷേ ഇവിടെ എന്താണ്, ഒറിജിൻ മെയിൻ താഴെ കിടക്കുകയാണ്. അതായത് മെയിനിൽ നമ്മളിപ്പോൾ സിങ്ക് ചെയ്തു, ലോക്കൽ ബ്രാഞ്ച് സിങ്ക് ചെയ്തു ഈ ചേഞ്ചസ്, യൂസർ ടൂളിലുള്ള ചേഞ്ചസ്. പക്ഷേ നമുക്ക് ഗിറ്റിലേക്ക് പുഷ് ചെയ്തോ ഇല്ല. അത് ഗിറ്റിലേക്ക് പുഷ് ചെയ്ത് നമുക്ക് നോക്കാം. ഗിറ്റ് പുഷ് ചെയ്തു. പുഷ് ചെയ്തിട്ട് നമുക്ക് ലോഗോ നോക്കിയാൽ എന്തായിരിക്കും വ്യത്യാസം കാണാം. ലോഗോ നോക്കിയാൽ യൂസർ മെയിനും ഒറിജിൻ മെയിനും മേളിൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്തപ്പോഴത്തേക്ക് ഗിറ്റിലുള്ള കോഡും നമ്മുടെ ലോക്കലിലുള്ള കോഡും സെയിം ലൈനിലായി. അതായത് മെയിനിൽ 4th ഫയലോടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഇത് ഒറിജിൻ മെയിനും നോർമൽ മെയിനും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് യൂസർ 1 എന്താണ്, പഴയ കോഡാണ് കിടക്കുന്നത്. യൂസർ 1 സിങ്ക് ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഏത് ബ്രാഞ്ചിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് യൂസർ 1ലേക്കാണ് പോകേണ്ടത്. ഗെറ്റ് ചെക്കൗട്ട് യൂസർ 1ലേക്ക് പോയി. യൂസർ 1ൽ ലോഗോ നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പുള്ളി നോക്കുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നോക്കുക. എന്നിട്ട് ഗിറ്റ് ലോഗ് --- ഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ ഈ ഒരു ചേഞ്ചിലാണ് നിൽക്കുന്നത്, ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഹെഡ് ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് യൂസർ 1 എന്ന് പറയുന്നത് താഴെ കിടക്കുകയാണ്. അതായത് ബാക്കിയുള്ള ബ്രാഞ്ചുകൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ലോഗ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ മെയിനിലുള്ള കോഡും കൂടെ നമുക്ക് ഈ ഒരു കോഡുമായിട്ട് സിങ്ക് ചെയ്യണം, യൂസർ 1 സിങ്ക് ചെയ്യണം, യൂസർ ബ്രാഞ്ചുമായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ജസ്റ്റ് ഗിറ്റ് മെർജ് മെയിൻ കൊടുത്താൽ എന്ത് പറ്റും, മെയിനിലുള്ള 4th ഫയൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ലോഗോ നോക്കിയാൽ എന്ത് കാണാൻ പറ്റും, നമുക്ക് യൂസർ 1 എന്ന് പറയുന്ന ബ്രാഞ്ച് കൂടെ മെയിലിലേക്ക് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, നമ്മൾ ആ മറ്റേനുള്ള ഫയലും ഇതുമായിട്ട് സിങ്ക് ചെയ്തു. അപ്പോൾ യൂസർ 1 ചേഞ്ചായി. പക്ഷെ നമ്മൾ പുഷ് ചെയ്തിട്ടില്ല, ഒറിജിനലായിട്ട് ആ ചേഞ്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഒറിജിൻ യൂസർ 1 എന്ന് പറയുന്നത് താഴെ കിടക്കുകയാണ്. നമ്മളത് പുഷ് ചെയ്താൽ ഒറിജിനും മെയിൻ 1 എല്ലാം ഒറ്റ ലൈനിൽ വരും. അപ്പോൾ മനസ്സിലായാലും ഈ ഒരു നമ്മുടെ ബ്രാഞ്ചുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർലി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതും നമ്മുടെ ഗിറ്റ് ലോഗ് വഴി ഇതെങ്ങനെ പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ വീഡിയോയിൽ അടുത്തായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത് കോൺഫ്ലിക്റ്റുകളാണ്. അതായത് 2 ബ്രാഞ്ചുകൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ വരും. അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ യൂസർ 1 അതായത് യൂസർ 1 എന്നുള്ളൊരു വ്യക്തിയും യൂസർ 2 എന്നുള്ളൊരു വ്യക്തിയും 2 സെയിം ഫയൽ മോഡിഫൈ ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂസർ 1 നിന്നുകൊണ്ട് ഞാനൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. 2 പേരോട് ഞാൻ 5th ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 പേരും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 പേരും 2 രീതിയിലായിരിക്കാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 5th ഫയൽ .dart എപ്പോഴും ഞാൻ ഡാർട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ txt ഫയലാക്കാം. എന്താ വെച്ചാൽ ഞാൻ ഡാർട്ട് ലാംഗ്വേജിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, txt ഫയൽ ആക്കി. അപ്പോൾ txt ഫയൽ ആക്കിയത് കൊണ്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ 2 പറയുകയാണ് അത് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് മെർജ് ചെയ്യണം എന്നുള്ളത് പറയുകയാണ്. ഓക്കെ, അപ്പോൾ യൂസർ 1 എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, അത് പ്രോപ്പർലി അത് ഭയങ്കര ആൻസറിനുള്ള ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, യൂസർ 1 എന്നുള്ളൊരാൾ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫയൽ നമ്മളിവിടെ ക്രിയേറ്റഡ് മോഡിഫൈഡ് എല്ലാം കാണിച്ച പോലെ തന്നെ അതായത് 5th ഫയൽ ക്രിയേറ്റഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5th ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5th ഫയൽ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ യൂസർ 1 എന്ന് പറഞ്ഞ ആൾ പ്രോപ്പർലി ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അത് ഗിറ്റിലേക്ക് ആഡ് ചെയ്തു. ഗിറ്റ് ആഡ് ഡോട്ട് ഗിറ്റ് കമ്മിറ്റ് -_ 5th ഫയൽ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഗിറ്റ് പുഷ് കൊടുത്തു. അപ്പോൾ എന്തായി, 5th ഫയൽ യൂസർ 1 പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ എങ്ങോട്ടെങ്കിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. നമ്മളിവിടെ റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഇവിടെ യൂസർ 1 നോക്കിയാൽ ഒരു 5th ഫയലൂടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷേ അയാൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, 5th ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. യൂസർ 2 നോക്കിയാൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അയാളും 5th ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 2 പോകുന്നു. യൂസർ 2 പോയിട്ട് അയാൾ എന്ത് ചെയ്യണം, അയാൾ ഇനി 5th ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അയാൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാളൊരു ഇത് മിസ്സാവുന്നു വെച്ചോ. അയാൾ 5th ഫയൽ പിന്നെയും ഡാട്ടിലേക്ക് വരുന്നു, txt ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് അയാൾ 5th ഫയൽ ക്രിയേറ്റഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ 5th കംപ്ലീറ്റഡ് മാർക്ക് ചെയ്യാണ്. അതായത് അയാൾ 5th ഫയൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അത് മോഡിഫൈ ചെയ്യാതെ കംപ്ലീറ്റ് മാർക്ക് ചെയ്യാണ്. ഓക്കെ,
അപ്പോൾ രണ്ടുപേരും സെയിം ഫയൽ തന്നെ രണ്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇയാളും അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മൈനസ് മോഡിഫൈ ചെയ്തു എന്ന് പറഞ്ഞത് 5th ഫയൽ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഇട്ടിട്ട് പുഷ് ചെയ്യാണ്. 50 കംപ്ലീറ്റ് ചെയ്തിട്ട് ഗിറ്റ് പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ബ്രാഞ്ചിലും 5th ഫയൽ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. നമ്മളിവിടെ നോക്കിയാൽ യൂസർ 1ൽ എന്താണുള്ളത്, 5th ഫയൽ എന്നുള്ളതിനകത്ത് നമുക്കുള്ളത് 5th ഫയൽ കംപ്ലീറ്റഡും അതായത് ക്രിയേറ്റഡ് മോഡിഫൈഡ് കംപ്ലീറ്റഡ് ആണ്. പക്ഷേ യൂസർ 2ലുള്ള എന്താണ് ഈ ഒരു ഫയൽ നോക്കുമ്പോഴത്തേക്ക് 5th ഫയൽ ക്രിയേറ്റഡും കംപ്ലീറ്റഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 അല്ലേ. അപ്പം നമ്മളത് മെർജ് ചെയ്യുമ്പോഴത്തേക്ക് പല ഇഷ്യൂസ് വരും അല്ലേ. അതായത് ഞാനിപ്പോൾ അത് മെർജ് ചെയ്ത് കാണിച്ചു തരാം, കോൺഫ്ലിക്റ്റ് ആക്കി കാണിച്ചു തരാം. ഗിറ്റ് ചെക്കൗട്ട് മെയിനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞാൻ മെയിൻ ബ്രാഞ്ചിൽ നോക്കുമ്പോൾ ഇവിടെ 5th ഫയൽ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം അയാൾ കംപ്ലീറ്റ് ചെയ്തതിനെ ഇൻഫോം ചെയ്ത് യൂസർ 2 ആണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അയാളുടെ ഫയൽ എന്ത് ചെയ്യാണ്, മെർജ് ചെയ്യാണ്. അപ്പം ഗിറ്റ് മെർജ് യൂസർ 2. അപ്പോൾ യൂസർ 2ലുള്ള ചേഞ്ച് ഞാൻ എൻ്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റർ അടിച്ചപ്പോഴത്തേക്ക് അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, 5th ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അയാളോട് 3 ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ അയാളിത് 2 ചെയ്ത് മിസ്റ്റേക്ക് വരുത്തിയിട്ട് ഞാൻ മെർജ് ചെയ്ത് വിട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാണ്, അപ്പോൾ മറ്റേ ആളും കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഇൻഫോം ചെയ്തു. അപ്പോൾ ഞാൻ അതും കൂടെ സിങ്ക് ചെയ്തിട്ട് ഞാൻ പുഷ് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഗിറ്റ് മെർജ് എന്ത് ചെയ്യുന്നു, യൂസർ 1ൻ്റെ ഫയലോടെ നമ്മൾ ചേഞ്ച് വരുത്തിയല്ല, ആ യൂസർ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ഞാൻ അയാളും 5th ഫയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് പിന്നെയും ഞാൻ എൻ്റെ മെയിൻ ഫയലോട്ട് സിങ്ക് ചെയ്യാണ്, അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്ക് കൂടെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി, അയാളുടെ ഫയലിനകത്തും മറ്റേ ആൾ വന്ന ഫയലും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട് 5th ഫയലിൽ. അപ്പോൾ ആ ഒരു 5th ഫയലിൽ രണ്ടുപേരുടെയും കോൺഫ്ലിക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റിസോൾവ് മെർജ് അടിച്ചിട്ടുണ്ട്. അത് ഈ ചേഞ്ച് പോയാൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, മെർജ് ബ്രാഞ്ച് യൂസർ 1 ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഒന്നുണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ എന്താണ് ഇവിടെ ചേഞ്ച് എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഇതിനകത്ത് 5th ഫയൽ ക്രിയേറ്റഡ് ആണ്, പക്ഷേ ഇവിടെ 5th ഫയൽ കംപ്ലീറ്റഡ് ആണ്. അതായത് രണ്ടാമത്തെ ലൈനിൽ രണ്ടും കിടക്കുന്ന ലൈന് വ്യത്യാസമുണ്ട്. അതായത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ലൈനിന് ഒന്നിൽ 5th ഫയൽ കംപ്ലീറ്റഡ് ആണ് കിടക്കുന്നത്, പക്ഷേ മറ്റേ ബ്രാഞ്ചിൽ ഇവിടെ രണ്ടാമത്തെ ഫയൽ കിടക്കുന്നത് 5th ഫയൽ മോഡിഫൈഡ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഒരേ ലൈനിൽ 2 കോഡ് വരുന്നത് നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ വന്ന ചേഞ്ച്, അതായത് നമ്മളിപ്പോൾ എവിടെ നിന്നാണ് സിങ്ക് ചെയ്തത്, യൂസർ 1ൽ നിന്നാണ് സിങ്ക് ചെയ്തത്. അപ്പോൾ അയാൾ എന്താ ക്രിയേറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ കൊണ്ടുവന്നിട്ടുള്ള ഫയൽ ക്രിയേറ്റഡ് ചെയ്യണോ അതോ 5th ഫയൽ കംപ്ലീറ്റഡ് എന്നുള്ള ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. നമുക്ക് അക്സെപ്റ്റ് കറണ്ട് ഇപ്പോൾ ഉള്ള ചേഞ്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ക്രിയേറ്റഡ് എന്നുള്ളൊരു ഇത് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ഇൻകമിങ് ചേഞ്ച്, വന്ന ചേഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നോക്കുമ്പോഴത്തേക്ക് 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ഉള്ള കറൻ്റ്ലി ഉള്ള ചേഞ്ച് മിസ്റ്റേക്ക് ആണെന്നുള്ളതും വന്ന ചേഞ്ച് ഇൻകമിങ് ചേഞ്ച് കൊടുത്താൽ അത് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇല്ല നമുക്ക് 2 ചേഞ്ച് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ബോത്ത് ചേഞ്ച് കൊടുത്താൽ അതും രണ്ടും കൂടെ ഒന്ന് സിങ്ക് ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ക്രിയേറ്റഡ് മോഡിഫൈഡ് കംപ്ലീറ്റഡ് കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഓപ്ഷനുള്ളത് അക്സെപ്റ്റ് കറണ്ട് ചേഞ്ച്, അക്സെപ്റ്റ് ഇൻകമിങ് ചേഞ്ച്, അക്സെപ്റ്റ് ബോത്ത് ചേഞ്ച്, അല്ലെങ്കിൽ കമ്പയർ ചേഞ്ചസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ 2 ഇൻകമിങ് ചേഞ്ചാണ് അയാൾ പ്രോപ്പർലി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 യൂസർ 1 ആണ് പ്രോപ്പർലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഇൻകമിങ് ചേഞ്ച് ഞാൻ സിങ്ക് ചെയ്യുന്നു. അത് ഞാൻ സിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്തിട്ട് ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള, അതായത് മെർജ് ചെയ്ത് ഫിക്സ് ഓക്കെ ആയിട്ടുള്ള കോഡ് ഞാൻ പുഷ് ചെയ്യാണ്. അപ്പോൾ ഗിറ്റ് ആഡ് ഡോട്ട് ഗിറ്റ് കമ്മിറ്റ് മൈനസ് ഡബിൾ കോഡ്സിൽ എന്താണ് ഞാൻ ഈ മെർജ് കോൺഫ്ലിക്റ്റ് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ 5th ഫയൽ കോൺഫ്ലിക്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിത് പുഷ് ചെയ്യാണ്. ഗിറ്റ് പുഷ് കൊടുത്താൽ ഈ ഒരു മെയിൻ ബ്രാഞ്ചിൽ അത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ, അതായത് രണ്ടിൻ്റെയും 2 കോഡും എടുത്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് കോൺഫ്ലിക്റ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗിറ്റിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗിറ്റ് എടുക്കുന്നു. അതിനകത്ത് മെയിൻ ബ്രാഞ്ച് നോക്കിയാൽ 5th ഫയൽ എടുത്ത് നോക്കിയാൽ എന്താണ്, ഇത് ഫസ്റ്റ് ഫയലാണ്. 5th ഫയൽ നോക്കിയാൽ അതിനകത്ത് 3 ചേഞ്ചസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതായിരുന്നു വേണ്ടത്. അപ്പോൾ 2 പേരും ചെയ്ത കോഡ് എടുത്തു, അതിനകത്ത് ഓക്കെ ആയിട്ടുള്ള നമ്മൾ വെരിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ പുഷ് ചെയ്തു. പക്ഷേ നമുക്ക് മെയിൻ ബ്രാഞ്ചിൽ ഇതുണ്ട്, പക്ഷേ യൂസർ 1ൽ ഇതുണ്ടോ, യൂസർ 1ൽ അയാളുടെ കോഡ് നമുക്ക് പ്രോപ്പർലി തന്നെ അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അയാൾക്ക് എന്ത് പറ്റും, യൂസർ 2ൽ എന്ത് പറ്റും, യൂസർ 2ൽ അത് വെരിഫൈഡ് ആണോ, അല്ല, അയാൾക്ക് 2 ഫയൽ മാത്രമേ അയാൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾക്കത് ഈ ഒരു കോഡ് എല്ലാം സിങ്ക് ആക്കണ്ടേ. നമുക്കിവിടെ ഗിറ്റിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഗിറ്റ് ലോഗ് -- ആൾ -- ഗ്രാഫ് ഇതെടുത്താൽ
ഒറിജിൻ മെയിനും പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് കോഡ് എന്ന് പറയുന്നത് മെയിനിലാണുള്ളത്. പക്ഷേ എന്താണ്, യൂസർ 1ഉം യൂസർ 2ഉം 2 കോഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും അപ്ഡേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ എപ്പോഴും എല്ലാ ബ്രാഞ്ച് പ്രോപ്പർലി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്നാക്കി നോക്കുക. ഇതെല്ലാം ഒന്നാക്കി ഒരു ലൈനിലാണ് കൊണ്ടുവരിക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കോഡ്, ഏറ്റവും ലേറ്റസ്റ്റ് കമ്മിറ്റ് എന്ന് പറയുന്നത് ഒറിജിൻ മെയിലാണ്. അതായത് മെയിനിൽ ചേഞ്ച് വരുന്നത് ഒറിജിൻ മെയിലേക്ക് പുഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് യൂസർ 1ഉം 2ഉം സിങ്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 1ൽ പോവുക, എന്നിട്ട് ഗിറ്റ് മെർജ് മെയിൻ കൊടുക്കുക. അപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഗിറ്റ് ലോഗ് നോക്കിയാൽ കാണാൻ പറ്റും. ഗ്രാഫ് നോക്കിയാൽ യൂസർ 1ലേക്ക് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അത് ജസ്റ്റ് ഗിറ്റ് പുഷ് കൊടുക്കുക. ഗിറ്റ് പുഷ് കൊടുത്താൽ ആ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് യൂസർ 2 സിങ്ക് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് ചെക്കൗട്ട് യൂസർ 2ലേക്ക് വരിക, എന്നിട്ട് ഗിറ്റ് മെർജ് മെയിൻ കൊടുക്കുക, ഗിറ്റ് പുഷ് കൊടുക്കുക. ഓക്കെ, അത് ചേഞ്ച് നമുക്ക് വരുത്തിയിട്ടുണ്ട്. ഗിറ്റ് ലോഗ് -ആൾ ഗ്രാഫ് നോക്കിയാൽ എല്ലാ ചേഞ്ചസും നമ്മൾ ഗിറ്റിലേക്ക് എല്ലാം സിങ്ക് ആക്കിയിട്ട് ഗിറ്റിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യൂസർ 1ഉം 2ഉം മെയിനും ഒറിജിൻ യൂസർ 1, ഒറിജിൻ യൂസർ 2, ഒറിജിൻ മെയിനും എല്ലാം ഒറ്റ ലൈനിൽ വന്നിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡും അത് തന്നെയാണ്. അപ്പോൾ എല്ലാ ബ്രാഞ്ചസും നമ്മൾ സിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മുടെ വീഡിയോയിൽ ബ്രാഞ്ചിങ് കൺസെപ്റ്റിലൂടെ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോൺഫ്ലിക്റ്റിൻ്റെ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ചോദിക്കുക. അതിൽ തന്നെ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇത് കാരണം ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വെച്ചാൽ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ പ്രോപ്പർലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ.